ഞാൻ എൻ്റെ ആശംസകൾ നേരുന്നു. എന്തുകൊണ്ടായിരിക്കും ഇപ്പം ഈ സോങ്സ് ഇപ്പോൾ കുറയുന്നത് നമ്മുടെ സിനിമകളിൽ? സിനിമയിൽ ജനർ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സിനിമയിൽ ഈ ബൊമ്മലിനാണ് ഇത് തുടങ്ങിയത്. ഇപ്പോൾ ബൊമ്മലിനെ കൂടുതൽ പഠിച്ചത് തമിഴിലാണ്. തമിഴിൽ നിന്ന് പിന്നെ ആന്ധ്ര, തെലുഗു, പിന്നെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതായത് കേരള സിനിമ ഇങ്ങനെ ഇല്ലായിരുന്നു. അവരുടെ എല്ലാം ഹീറോ നമ്മുടെ ഹിന്ദി സിനിമയിൽ തുടങ്ങിയത് അമിതാഭ് ബച്ചനാണ്. ദേശീയ അമിതാഭ് ബച്ചനിൻ്റെ ദീവാറും ഷോയിലെ ശേഷമാണ് അവിടെ മ്യൂസിക് എല്ലാം ഡൗൺ ആയത്. കാരണം ആളുകളുടെ ആക്ഷൻ കണ്ടുകൊണ്ടിരിക്കാം. ഹീറോ ആളുകളൊക്കെ തള്ളുന്നു. അപ്പോൾ ഹീറോ ആളുകൾ തള്ളുമ്പോൾ ഒരു കോമൺ ആയിട്ട് ഇരിക്കുന്ന ആൾ വിചാരിക്കുന്നത് ഞങ്ങളിത് ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ ഈ ഹീറോക്ക് ഉണ്ട്, ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഹീറോ ഏതായാലും തല്ലുന്നുണ്ടല്ലോ, അപ്പോൾ അത് മാത്രം നോക്കിയിരിക്കും. അതിനകത്ത് ഒരു പാട്ട് ആസ്വാദിക്കുന്ന സിൽസില പോലെയുള്ള പാട്ടൊക്കെ, സിൽസില സിനിമയിലെ പാട്ടൊക്കെ. അപ്പോൾ ആ കാലം എല്ലാ ആളുകൾക്ക് ആക്ഷൻ സിനിമ വേണം. അതുകൊണ്ടാണ് ഈ മ്യൂസിക്കിൻ്റെ കാര്യം താഴെ പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് മലയാളം സിനിമ വാസ് ഓൾവേസ് ഡിഫറെൻറ്റ്. നമുക്ക് നമ്മുടെ ആ ലെവല് നിലനിർത്താമായിരുന്നു. മലയാളം സിനിമയിൽ ഏത് സിനിമ കണ്ടാൽ നമ്മുടെ അടുത്ത വീട്ടിൽ ആയിരിക്കും ആ സംഭവിക്കുക, അങ്ങനെ നമുക്ക് തോന്നലുണ്ടാവും. അതിപ്പോൾ ഒരു സൂക്ഷ്മദർശിനി പറഞ്ഞിട്ട് ഒരു സിനിമ കാണുന്നത്, കിഷ്കണ്ട കാണ്ടൊക്കെ കാണണം. എത്ര വ്യത്യസ്തമായ കഥകളൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇത് ലോകത്തിൽ മലയാളം സിനിമേനെ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ കണ്ടില്ലേ ഓസ്കാർ ജയിച്ച ആ സിനിമ, അതൊരു മലയാളം സിനിമയാണ്. ഓൾവേസ് സീ ആസ് ലൈറ്റ് ഈസ് എ മലയാളം ഫിലിം. അപ്പോൾ അവർ അവിടെ പോയി ഓസ്കാർ ജയിച്ചു അവർ. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന സമയത്ത് പല വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രേക്ഷകർ. വിമർശനങ്ങളെന്ന് ചില ആളുകൾക്ക് ഇവിടെ ഒരു തള്ളി പറയാനെ കുറേ ആളുകൾ ജീവിച്ചിട്ടുണ്ട്. അവർ ഇവിടെ മൈൻഡ് ചെയ്യേണ്ട. വൈ ഷുഡ് ബി ബോദർ അബൌട്ട് ദാറ്റ്? ആരും പറഞ്ഞല്ലോ, ജയകുമാർ സർ ഇവിടെ നല്ലത് പറയാനും വേണ്ടി കുറച്ച് ആളെ കാണുള്ളൂ, മോശമായിട്ട് പറയാൻ ഇങ്ങനെയൊക്കെ ഒരു സ്വഭാവം കൊണ്ട് അത് നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ലെവലിലൊക്കെ സിനിമ നല്ല പടങ്ങൾ എടുക്കുമ്പോൾ തന്നെ ആളുകൾ പറയുകയായിരുന്നു ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കേണ്ട, അത് ചിലപ്പോൾ ഒടുവില്ലാണ് നടക്കുക. പക്ഷേ അത് അങ്ങനെയല്ല. നമ്മൾ വ്യത്യസ്തമായ മലയാളം സിനിമയുടെ ക്യാരക്ടർ നിലനിർത്തിയിട്ട് നമ്മൾ അതിനകത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. പാട്ടുകളുടെ മഹിമ കുറയ്ക്കാൻ പാടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രേക്ഷകരോട് അവിരാജിന്റെ നെഗറ്റീവ്സ് എന്താണ് പറയാനുള്ളത്? അത് സിനിമയെ സംബന്ധിച്ച് ഒന്നും പറയാൻ പാടില്ല. കഥ എനിക്കറിയാം, അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലൊരു കൗതുകം എല്ലാം പോവും. അതൊന്നും പക്ഷേ ഇതുമുണ്ട്. ഒരു ഓഫീസർ 10-20 വർഷമായിട്ട് സെൻട്രൽ സർവീസിൽ ജോലി ചെയ്തിട്ട് രാജിവെച്ചിട്ട് ശേഷം പിന്നെ പുള്ളി തന്നെ വന്ന് അഭിനയിക്കുന്നു, കഥ എഴുതുന്നു, ഗാനങ്ങൾ എഴുതുന്നു, പിന്നെ ഭാര്യ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ടീച്ചറാണെങ്കിലും അത് അവരുടെ സിനിമയോടുള്ള സ്നേഹമാണ് നമ്മൾ കാണുന്നത്. അതും നാട്ടുകാരെ എന്ത് ചെയ്യാൻ പറ്റുമോ അവരെ സഹായിക്കാൻ അവരുടെ സിനിമ എങ്കിലും ഒന്ന് പോയി കാണുക. അത് ഞാൻ പ്രേക്ഷകരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നന്ദി. താങ്ക് യു സോ മച്ച്.